ഇന്ന് നമുക്ക് സോയാ ബോൾ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. നല്ല തിക്ക് ഗ്രേവി ഒക്കെ ഇട്ടുള്ളൊരു കറി. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് സോയാ ബോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ആവശ്യത്തിന് ഉപ്പും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളം മാറ്റി വെക്കുക. വെള്ളം മാറ്റിയതിന് ശേഷം നന്നായിട്ട് വാർന്ന് പോയതിന് ശേഷം നമുക്കത് തണുക്കാനായിട്ട് വെക്കാം. അതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലോ ഒന്ന് പരത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് തണുത്തോളും. അപ്പോൾ നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് 1.25 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ളു നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ 2 സവാള, ഒരു കുടം വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ഉപ്പൊന്നും ചേർക്കരുത്. നമ്മൾ സോയാ ബോളിൽ ഉപ്പിട്ടുള്ളതുകൊണ്ട് അത് ഇതിലും കൂടെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടും. അതുകൊണ്ട് ഇത് വെറുതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലോട്ടൊരു 7 ബദാം ചേർത്ത് കൊടുക്കാം. ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ചേർക്കണേ. അത് കഴിഞ്ഞ് നമ്മുടെ സോയാ ബോളെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്തിട്ട് 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാൻ പറ്റുന്ന വെച്ചാൽ നല്ലതാണ്. ഇനി അതല്ല സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയോ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ബദാം അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു കടായി ചൂടാകുമ്പോൾ അതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു നുള്ള് സാദ് ജീരകം, ഒരു നുള്ള് നല്ല ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 3 കറുവപ്പട്ടയുടെ കഷ്ണം, പിന്നെ ഒരു 3 ഗ്രാമ്പു, 1 ഏലക്ക, 2 ബേ ലീഫ് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ചേർത്തോ, അത് കുഴപ്പമില്ല. അവനവൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്തോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് എണ്ണ തെളിയുന്ന വരെ എന്താ പറയുക വഴറ്റി കൊടുക്കുക. അത് തീ കൂട്ടി വെച്ചാൽ മതി, കുറച്ച് വെക്കണ്ട. അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ സോയാ ബോളിൻ്റെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അതിലോട്ട്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത് ശ്രദ്ധിച്ചണം, അടിയിലൊന്നും പിടിക്കരുത്. ഈ അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലാക്കുക. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യും ചേർക്കുക, മല്ലിയിലയും ചേർക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണ അഭിപ്രായങ്ങൾ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.